എടാ വണ്ടി ഒന്ന് നിർത്തി. എടാ എല്ലാവരും എന്നോട് കള്ളം പറയുന്നതായിട്ട് എനിക്ക് തോന്നുന്നത്. ഇപ്പം ആ പോസ്റ്റ്മാൻ അതിനും പറഞ്ഞത് മുഴുവൻ കള്ളമാണ്. ഏയ് എനിക്ക് തോന്നുന്നില്ല. അയാളെന്ത് കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞത്? എടാ ഇന്നലെ ഞാൻ പറയുമ്പോഴല്ല അയാൾക്ക് എന്നെ അറിയുന്നത്. ഞങ്ങൾ ഡെയിലി കണ്ടുകൊണ്ടിരുന്ന ആൾക്കാരാണ്. അപ്പോയിന്റ്മെന്റ് ലെറ്റർ വരാൻ ലേറ്റ് ആവുന്നതിന് മോഹനേട്ടൻ എന്നെ കളിയാക്കുമ്പോഴൊക്കെ എന്നേലും വരും സാറേ, അന്ന് സാറ് സൂക്ഷിച്ചോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ആളായി മദൻ. എന്നെ കളിയാക്കി PSC ആവണീന്ന് അയാൾ വിളിച്ചുകൊണ്ടിരുന്നത് പോലും. ആദ്യം കണ്ടപ്പോൾ മനസ്സിലായില്ല എന്ന് പറയുന്നത് ഓക്കെ, പക്ഷെ മനസ്സിലായിട്ടേ ഇല്ല എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എൻ്റെ ആവണി നിന്റെ മനസ്സിലിപ്പോൾ കുറച്ച് സംശയം കയറി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് നിനക്ക് ഇങ്ങനെ തോന്നുന്നതാ. ചിലപ്പോൾ ഇതിലൊന്നും ഒന്നും ഉണ്ടാവില്ലടോ. എനിക്ക് തോന്നുന്നു ഇതിന്റെ പുറകിൽ എന്തൊക്കെയോ ഉണ്ടെന്നാ. ഉണ്ട്, അതെനിക്ക് ഉറപ്പാ. അതെന്താണെന്ന് അറിയാതെ എനിക്കിനി ഒരു സമാധാനവും ഇല്ല. എങ്കിൽ ഞാനൊരു ഐഡിയ പറയാം. നീ എന്തായാലും PSC രജിസ്റ്റർ ചെയ്തിട്ടുണ്ടല്ലോ. നിന്റെ മെയിൽ ഐഡിയും പാസ്വേഡും വെച്ച് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അറിയാലോ നീ റാങ്ക് ലിസ്റ്റിൽ വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ നിനക്ക് എന്തെങ്കിലും അപ്പോയിന്റ്മെന്റ് ലെറ്റർ ഒക്കെ വന്നിട്ടുണ്ടോ എന്ന് അറിയാൻ പറ്റുമല്ലോ. അതിന് അതൊക്കെ ചെയ്തിരിക്കുന്ന മോഹനേട്ടനാ. എടാ എനിക്ക് മുൻപ് കുറെ കാരണങ്ങൾ കൊണ്ട് എക്സാം ഒന്നും എഴുതാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അന്നേരം നിർബന്ധമായിട്ട് എക്സാം എഴുതണം എന്ന് പറഞ്ഞിട്ട് PSC രജിസ്റ്റർ ചെയ്തിരിക്കുന്നതൊക്കെ മോഹനേട്ടനാ. അന്ന് മോഹനേട്ടൻ്റെ മെയിൽ ID ആണ് അത് ചെയ്യാൻ വേണ്ടി കൊടുത്തിരുന്നത്. അപ്പം ഇനി വേറെ ഡിസ്കഷൻ ഒന്നുമില്ല. അളിയൻ്റെ ഫോണും ലാപ്ടോപ്പും പൊക്കുന്നു, അതിനകത്ത് നമ്മൾ തപ്പുന്നു. എടാ പക്ഷെ എനിക്കതിന്റെ പാസ്വേഡ് ഒന്നും അറിയില്ല. എടി പാസ്വേഡൊക്കെ ഇപ്പം ആരാണ് മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് വെക്കണത്? അതെല്ലാം നമ്മുടെ സേവ്ഡ് പാസ്വേഡിൽ കിടപ്പുണ്ടാവും. അതൊന്നും ടെൻഷൻ അടിക്കേണ്ട കാര്യമല്ല. നീ എങ്ങനെയാ അളിയനെ അറിയാണ്ട് ആ മൊബൈലിൽ ലാപ്ടോപ്പ് എടുക്കാൻ നോക്ക്. ബാക്കിയൊക്കെ നമുക്ക് നോക്കാം. നീ കയറ്, നമുക്കെല്ലാം ശരിയാക്കാം. എടാ കള്ളക്കളി കളിക്കാതെ. കള്ളക്കളിയൊന്നുമല്ല. ഒന്നാ നീ എന്തൊരു അഞ്ചിട്ടെ ഇവിടെ അമ്മ പറയാ അമ്പിളിയങ്ങളോടെ പോയി വന്നില്ലെന്നാ? ഇത്ര നേരമല്ല. വരൂ അച്ഛാ, അമ്പിളിയങ്ങളുടെ കൂടെ അല്ലേ പോയത്. താ അമ്പിളി കുമ്പിളി അവന്റെ ബൈക്കിൽ കറക്കാം. നീ വന്നാ? അവന് വിളിച്ചിരുന്ന? ഇല്ല, വിളിച്ചിട്ടില്ല. ഇത്രയായിട്ട് വിളിച്ചിട്ടില്ലേ? ഇത്ര നേരമായിട്ട് വിളിച്ചിട്ടില്ല. മക്കളെ നിങ്ങൾ മേളിൽ പോയി കളിക്ക്. ചെല്ലേ ചെല്ലേ. മോഹന, നിന്റെ ഭാര്യ അവളുടെ ഫ്രണ്ടിന്റെ കൂടെ ബൈക്കിൽ കയറി പോണേന് എനിക്ക് പ്രശ്നമില്ല. പക്ഷെ എവിടെ പോണെന്ന് ചോദിക്കുമ്പോൾ പറയാത്തതും നിന്നോട് വിളിച്ച് പറയാത്തതും എനിക്കത്ര യോജിപ്പില്ല. അമ്മ അത്ര മോഡേൺ ഒന്നുമല്ല. അമ്മ ഞാൻ അവളെ കുറെ തവണ വിളിച്ചു, അവൻ ഫോൺ എടുത്തിട്ടില്ല ഇത്ര നേരമായിട്ട്. ഏട്ടന് ഇത്രയും ഫ്രീഡം കൊടുക്കുന്നുണ്ട്, ഏട്ടത്തി ഇങ്ങനെയൊക്കെ കാണിക്കണേ. നിന്നോട് ചോദിച്ചാ? അല്ല, 5 പറഞ്ഞതിലും കാര്യമുണ്ട്. ഞാൻ അവൾക്ക് ഇത്രയും ഫ്രീഡം കൊടുക്കുന്നുണ്ട് ഇതൊക്കെ സംഭവിച്ചോണ്ടിരിക്കുന്നത്. അതെന്തെങ്കിലും ആവട്ടെ, ആവണി വന്ന് കയറുമ്പോൾ നീ അവളോട് കാര്യങ്ങൾ മയത്തിൽ ചോദിക്കണം. അല്ലെങ്കിൽ പിന്നെ അത് അടുത്ത വഴക്കിനുള്ള കാര്യവും. ഒരു മയവും ഇല്ല, ചോദിക്കേണ്ട രീതി തന്നെ ഞാൻ ചോദിക്കും. എന്നാ പിന്നെ നീ നിന്റെ സൗകര്യം പോലെ ചെയ്. ഞാനെന്തു പറയാനാണ്? കഷ്ടം തോന്നുന്നുണ്ട് ഏട്ടാ ഏട്ടന്റെ കാര്യം ഓർക്കുമ്പോ. ഏട്ടൻ ഇത്ര പാവായി പോയല്ലോ. ഞാനത്ര പാവമൊന്നുമല്ല, എന്റെ തനി സ്വഭാവം കാണും കണ്ടോ.